Hi, Dilip Kurian. Hi, good morning, Shujaya. Morning. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചർച്ചയിലേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തഡോക്സ് വിശ്വാസത്തെക്കുറിച്ച് ആരംഭിച്ച ആ ചർച്ച ആദ്യ ഭാഗത്ത് നമ്മുടെ ഷിബു ജേക്കബ് ദുബായിൽ നിന്നുള്ള ഷിബു ജേക്കബാണ് ജോയിൻ ചെയ്തത്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. ദിലീപ് കുര്യൻ ഫ്രം പൂന, അദ്ദേഹമാണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്. അപ്പം ദിലീപ്, നമ്മൾ ആരംഭിക്കല്ലേ? അതെ. എല്ലാ ഗ്ലോറിയസ് ഗോസ്പൽ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്ക് നമ്മുടെ ഷിബുജിക്ക് വച്ചാനുമായിട്ടുള്ള ആദ്യത്തെ ഒരു ഭാഗത്തില് വളരെയധികം കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇന്ന് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ കവർ ചെയ്യുവാനായിട്ട് ആദ്യം ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് മരിച്ചുപോയവരെ കുറിച്ചാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് സുറിയാനി സഭാ വിശ്വാസികൾക്ക് അനേകരെ ഈ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുവാനായിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു വിഷയമാണ് മരിച്ചുപോയവരെ കുറിച്ചുള്ള ഒരു ദർശനം. അല്ലെങ്കിൽ വേദോസ്തവത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. ഇത് വളരെ സർവ്വസാധാരണമായിട്ട് നമ്മുടെ കേരളത്തിൽ കോട്ട് ചെയ്യപ്പെടുന്ന ഒരു വേദപുസ്തക വാക്യമാണ്. ഈ വാക്യത്തിന്റെ മുന്നിൽ പലപ്പോഴും സത്യവിശ്വാസികൾ പകച്ചു പോകാറുണ്ട്. അപ്പോൾ ഷിബുചാനോട് ആദ്യം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ വാങ്ങിപ്പോയവർ വളരെ സജീവമായിട്ട് നമ്മുടെ ആരാധനയിലായിക്കൊള്ളട്ടെ, പ്രാർത്ഥനയിലായിക്കൊള്ളട്ടെ, ഒരു ദേവാലയത്തിലേക്ക് കടന്നു ചെന്നാലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സെമിത്തേരിയുമായിട്ടുള്ള ബന്ധത്തിലായിക്കൊള്ളട്ടെ, വാങ്ങിപ്പോയവർ നമ്മുടെ വളരെ സജീവമായ ഒരു പങ്കാളിത്തം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ചില വാക്യങ്ങൾ വേദോസ്തവത്തിൽ കിടപ്പും, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്പം ഷിബുചാന്റെ എനിക്ക് തോന്നുന്നു ഷിബുചാൻ 25 വർഷം മുമ്പ് ഈ വാക്യത്തെ കണ്ടതായ ഒരു സമയത്തെ ഒരു കാഴ്ചപ്പാടും ഇപ്പോൾ ആ വാക്യം കേൾക്കുമ്പോഴുള്ള ഒരു വ്യത്യാസവും കൂടെ അതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അപ്പൊ ആ വാക്യത്തിൽ അവിടെ തന്നെ അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് പറയുന്ന അതേ വാക്യത്തിന്റെ തൊട്ട് താഴെ എനിക്ക് തോന്നുന്നത് 115 സങ്കീർത്തനാണെന്ന് തോന്നുന്നല്ലേ? നമുക്ക് 115 സങ്കീർത്തനം 17 വാക്യം. 115 സങ്കീർത്തനം നമ്മളത് എടുക്കുകയാണ്. 115 സങ്കീർത്തനം അതിന്റെ 17 വാക്യത്തിൽ മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. അതിന്റെ തൊട്ടടുത്ത വാക്യം, നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിക്കും. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അടുത്തത്, പക്ഷെ നാമോ ഇന്നു മുതൽ എന്നേക്കും ഇറ്റ് വിൽ നോട്ട് സീസ്. അത് നിൽക്കാൻ പോകുന്നില്ല. അപ്പൊ നിലയ്ക്കാത്ത ദൈവസ്തുതിയിലേക്ക്, അനവരതമായിട്ടുള്ള ദൈവസ്തുതിയിലേക്ക്, അത് മനോലം വാദാമനോലം ഓൽമിനാമീൻ. അപ്പം ആദ്യം മുതൽ ഇന്നും എന്നേക്കും തന്നെ ആമീൻ. അപ്പൊ ഓലം എന്ന് പറഞ്ഞാൽ എറ്റേണൽ ആണ്, നിത്യമാണ്. അപ്പം അതുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി എന്ന് നമ്മൾ പറയുന്നത് മനോലം വാദാമനോലം ഓൽമിനാമി എന്ന് പറഞ്ഞാൽ നമ്മള് ഈ പ്രൈസ് എന്ന് പറയുന്ന ആ വലിയ ഒരു പ്രവാഹത്തിലേക്ക് നമ്മൾ വീഴുകയാണ്. അത് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് വിൽ നോട്ട് സീസ്, ഒരിക്കലും നിൽക്കുന്നില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അപ്പൊ അതിനോട് ചേർത്ത് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്ന എഫെസ്യർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്
ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻലി റെലംസ്. അപ്പം ആ സ്വർഗീയ സ്ഥലങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നത് അവിടെ എന്തില്ല? നോ ഇറോഷൻ, ദ്രവീകരണമില്ല, തുരുമ്പില്ല, മരണമില്ല, ദ്രവത്വമില്ല. കാരണം സ്വർഗത്തിലെ മടിശീലയെ കുറിച്ച് കർത്താവ് പറയുന്നത് പഴകിപ്പോകാത്ത മടിശീല, കള്ളം കൊണ്ടാകാത്തത്, തുരുമ്പ് പിടിക്കാത്തത്, അല്ലെ? അങ്ങനെയല്ലേ പറയുന്നത് സ്വർഗം. അപ്പൊ ആ സ്വർഗം എന്ന് പറയുന്നത് ഏറ്റവും ദ്രവത്വമില്ലാത്ത മണ്ഡലത്തിലാണ് നമ്മളെ ഇരുത്തിയിരിക്കുന്നത്. അപ്പൊ അതിക്രമങ്ങളിൽ മരിച്ചവരായി നമ്മളെ ഉയർപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. ആ നമ്മളുടെ സ്തുതി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നിന്നു പോകുന്നില്ല. അതിനോട് ചേർന്നാണ് നമ്മള് ഇതുണ്ടല്ലോ, നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധിനീതി, അയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയും. അപ്പൊ എന്റെ സ്തുതി നിർത്തരുതേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സുറിയാനിക്കാരന്റെ സ്തുതി ഈ ശാരീരികമായിരിക്കുന്ന വിയോഗത്തിൽ ഒരിക്കലും അവസാനിക്കുന്നില്ല. മനസ്സിലായോ? അതെ, ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പൊ ഒരു ക്രിസ്തുവിലുള്ള ഒരു യഥാർത്ഥ ഭക്തന്റെ പ്രൈസ്, അവന്റെ ആരാധന ഒരിക്കലും അവസാനിക്കുന്നില്ല. അതിനോട് ദിലീപിന് ആഡ് ചെയ്തോ ഈ ചിന്തയോട്? ഇതിനകത്ത് അത് തന്നെ അത് നല്ല മനോഹരമായിട്ട് കവർ ചെയ്തു. അതുപോലെ തന്നെ എനിക്കൊന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അപ്പൊ ഈ നിദ്ര കൊള്ളുക എന്നുള്ളത് യഹൂദന്മാർ ഭാഷയിലുള്ള ഒരു പ്രയോഗമാണ്, നിദ്ര കൊള്ളുക. അപ്പം ആ നിദ്ര കൊള്ളുമ്പോൾ അയാൾക്ക് ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല, അയാൾ ഉറക്കത്തിലാണല്ലോ, കേൾക്കാൻ കഴിയുന്നില്ല, ഗ്രഹിക്കാൻ കഴിയുന്നില്ല, കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനോട് ആ ഒരു അർത്ഥത്തിൽ ഈ മരിച്ചു പോയതിനു ശേഷമുള്ള അവസ്ഥയെ ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്. ആ ഒരു പ്രയോഗം, നിദ്ര കൊള്ളുക എന്നുള്ള ആ പ്രയോഗവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട്. അപ്പം ഷിബുചാൻ, ഇതിനകത്ത് നമ്മള് ചിന്തിക്കേണ്ടതായ വേറൊരു വിഷയം, നമ്മള് ഈ മരിച്ചുപോയവർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈ സുറിയാനി സഭയിൽ വാങ്ങിപ്പോയവർ എന്ന ഒരു വാക്കാണ് കൂടുതൽ ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നു പിതാക്കന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഡിപ്പാർട്ടഡ്, പ്രേയർ ഫോർ ദ ഡിപ്പാർട്ടഡ് സോൾസ് എന്നാണ് പറയുന്നത്. അത് പിന്നീട് ഇപ്പൊ അതങ്ങ് മരിച്ചവരാക്കി, അപ്പൊ ആ മരിച്ചുപോയ ഒരു അവസ്ഥ വളരെ ഭീകരമായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ഈ വാങ്ങിപ്പോവുക എന്നുള്ള പദത്തിന്റെ അർത്ഥം നമ്മൾ ശരിയായി മനസ്സിലാക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. നമുക്കത് വാക്കുകൾ ഇപ്പൊ മരിച്ചു എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പം ഒരു വാക്കിന്റെ പിടിവാശികളുടെ ആവശ്യമില്ല. ഇപ്പൊ ഒരു സമൂഹവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കൊച്ചിനെ ചെറുപ്പത്തിലെ നമ്മളൊരു ആനയുടെ പടം കാണിച്ചിട്ട് ഉറുമ്പെന്ന് പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ച് ആ കൊച്ചു വളർന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ കാണ്ട് ഉറുമ്പ് വരുന്ന പറയുമ്പോൾ ഈ കൊച്ചു പേടിക്കും. അപ്പൊ ആ കൊച്ചിന്റെ മനസ്സിൽ ആ വാക്ക് എന്ത് ചിന്തയാ കൊണ്ടുവരുന്നുള്ളതാണ്, എന്ത് പിക്ചറാ കൊണ്ടുവരുന്നുള്ളത്. ഒരു ഉറുമ്പിനെ കാണിച്ചിട്ട് ആനയെന്നും പറയാ, ആനയെ കാണിച്ചിട്ട് ഉറുമ്പെന്നും പറയാം. അപ്പൊ ഈ കൊച്ചിന്റെ മനസ്സിൽ അങ്ങനെയാണ്. അപ്പൊ ഓരോ വാക്കുകളെ സംബന്ധിക്കുന്ന ധാരണ എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് മരിച്ചു എന്ന് നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ, മരിച്ചോർക്കുയിരേകുന്നോരേ അവരുടെ ശരണവുമായോനേ. അപ്പം ഈ ആ പാട്ട് പാടുമ്പം സത്യത്തിൽ ഡിപ്പാർട്ടഡ് ആളുകളെ ഉദ്ദേശിക്കുന്നു. പക്ഷേ അത് അതിക്രമങ്ങളിൽ മരിച്ചു പോയ ആളുകൾക്കും ബാധകമാണ് ആ പാട്ട് തന്നെ. നമ്മൾ ആ പാടുന്ന സന്ദർഭം വെച്ച് നോക്കുമ്പോൾ ഡിപ്പാർട്ടഡ് സോൾസിനെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മരിച്ചു എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ആ മരിച്ചവരുടെ അവസ്ഥ? അവര് കർത്താവിനോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ എനിക്ക് അത്യന്തം കാംക്ഷയുണ്ട്. ഒരു വേർഷനാണ്. അപ്പം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ അത് അത്യുത്തമമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെയാണ് ഇവർക്ക് ഉത്തരവില്ല. പൗലോസ്ലിയ പറയാണ് അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പം അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ ദിലീപ് പറഞ്ഞ ആ ഒരു ആശയം അതിനോട് ചേർത്ത് നമുക്ക് പറയാം. നല്ല ഒരു ആശയമാണ്. അതുകൂടെ വേണേ ഒന്ന് കൂട്ടിച്ചേർത്തു, ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള.
അത് തീർച്ചയായിട്ടും എനിക്കൊന്ന് നമ്മൾ ഈ പറഞ്ഞു വരുന്നതിന്റെ ആ ഒരു ആകത്തുകയിൽ തന്നെ നമ്മള് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ശരീരത്തിന്റെ തല ക്രിസ്തുവാണ്. അതോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവന്റെ മേൽ മരണത്തിന് ഇനി കർത്തൃത്വമില്ല. കാരണം അത് നമ്മുടെ സുറിയാനി സഭയുടെ ഏറ്റവും വലിയ സുവിശേഷത്തിന്റെ വലിയ സത്യമാണ്, മശിഹ മരണത്തെ കൊന്നു എന്നുള്ളത്. അപ്പം മശിഹ മരണത്തെ കൊന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം മശിഹായുടെ മേൽ ഇനി മരണത്തിന് യാതൊരു അധികാരവുമില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വലിയൊരു മർമ്മമാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ആ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളുമാണ്. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. തീർച്ചയായിട്ടും ഒന്ന് വായിച്ചാൽ റോമാലേഖനം 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ. There will be no lordship over him. Death has no lordship over our Lord Jesus Christ. അപ്പം യേശു കർത്താവ് എന്ന് ഏറ്റു പറയുക, അതാണ് രക്ഷ എന്ന് പറയുന്നത്. യേശു കർത്താവ്, ദൈവം അവനെ ഉയർപ്പിച്ചു. ഈ 2 പോയിന്റാണ്. അപ്പൊ ഈ 2 പോയിന്റ് വിശ്വസിക്കുന്നതിൽ അവര് പരാജയപ്പെടുന്നു മരിച്ചവരുടെ അവസ്ഥയെ കുറിച്ച്. കാരണം ക്രിസ്തു ആണ് കർത്താവ്, യേശു ആണ് കർത്താവ്. ഇപ്പം ഇത് 6-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് വരുന്നത് യേശു കർത്താവാകുന്നു. അപ്പൊ യേശു അല്ല കർത്താവ്, മരണമാണ് കർത്താവ് എന്നാണ് ഇവര് പറയുന്നത്. അപ്പം അവർ ഈ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിലൂടെ they are rejecting the lordship of Jesus എന്നുള്ളത്. യേശു ക്രിസ്തുവിന്റെ ആ കർത്തൃത്വത്തെ അവർ നിഷേധിക്കുകയാണ്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പാട്ടിനകത്ത് പറയുന്നുണ്ടല്ലോ, മശിഹ മരണത്തെ കൊന്നു എന്നുള്ളത് നമ്മൾ പാടുന്നുണ്ട്. അത് കഴിഞ്ഞ അപ്പൊ അതെല്ലാം പറഞ്ഞു വന്നു കഴിഞ്ഞ് കർത്താവ് തന്നെ പറയുന്നുണ്ടല്ലോ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ലെന്നാ പറഞ്ഞു. അപ്പം നമ്മള് അങ്ങനെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ 2000 വർഷം കൊണ്ട് ഇവിടെ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ കാണണമായിരുന്നു. അപ്പൊ വ്യക്തമായിട്ടും ക്രിസ്തുവിനെ ആ ഒരു കർത്താവ് എന്ന രീതിയിൽ വിശ്വസിച്ച് കേൾക്കാം.
മശീഹ മരണത്തെ കൊന്നു ബന്ധിനെയും വിടുവിച്ചു. കർത്തൃദർശനം അതിനാലെ പോയിടുവീൻ. അപ്പം കർത്തൃദർശനമാണ്, കർത്താവിന്റെ ദർശനമാണ്. കർത്താവ് ആരാണ്? മരണത്തിന്റെ മേലും കർത്തൃത്വമുള്ളവൻ. അപ്പൊ യേശു കർത്താവെന്ന് തെളിയിക്കുകയാണ്. അവൻ എന്തിന്റെ എല്ലാം മേൽ കർത്താവാണ്. ഇപ്പൊ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതുമ്പോൾ ഈ 8 അടയാളങ്ങൾ ഹൈലൈറ്റ് ചെയ്യാണ്. അപ്പൊ 8 ഏരിയയിലുള്ള യേശുവിന്റെ കർത്തൃത്വമാണ്. ഇപ്പൊ ഒന്നാമത്തെ കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തെ വീഞ്ഞാക്കുകയാണ്. വെള്ളത്തെ വീഞ്ഞാക്കുമ്പോ ഭൗതിക വസ്തുക്കളുടെ മേലുള്ള കർത്തൃത്വമാണ് അവിടെ തെളിയിക്കുന്നത്. ഭൗതിക വസ്തുക്കളുടെ മേൽ കർത്തൃത്വം. അവൻ എന്തിനാ? അവൻ മെറ്റീരിയൽ വേൾഡിന്, ഈസ് ദ ലോർഡ് ഓഫ് മെറ്റീരിയൽ വേൾഡ്. അതുകൊണ്ട് ഹി കുഡ് ടേൺ വാട്ടർ ഇൻ ടു വൈൻ. അപ്പൊ യേശുവിന്റെ ലോർഡ്ഷിപ്പ് എന്നുള്ളതാണ് ഇതിന്റെ കീ. അപ്പൊ പിന്നെ നോക്കി കഴിയുമ്പോഴേക്കും ലാസറിനെ ഉയർപ്പിക്കാൻ സമയത്ത് മാർത്ത പറയുന്നുണ്ട്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിച്ചേനെ, പക്ഷെ ഇപ്പൊ നീ ഇല്ലായിരുന്നല്ലോ, അപ്പം നിനക്ക് പാസ്റ്റിലോട്ട് പോകാൻ പറ്റത്തില്ല. യു ആർ ടു ലേറ്റ് ലോർഡ്. അപ്പൊ അവിടെ കർത്താവ് തെളിയിക്കുകയാണ്, ഹീസ് ദ ലോർഡ് ഓഫ് ടൈം, സമയത്തിന്റെ കർത്താവാണ്. അപ്പൊ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ഓരോ അടയാളവും നോക്കുമ്പം ഓരോ ഏരിയയിലുള്ള യേശുവിന്റെ ലോർഡ്ഷിപ്പാണ്. അപ്പൊ ഫൈനലി അവൻ തെളിയിക്കുന്ന ലോർഡ്ഷിപ്പ് ഓവർ ഡെത്ത്, മരണത്തിന്റെ മേലുള്ള കർത്തൃത്വം. അപ്പൊ അതാണ് നമ്മുടെ പിതാക്കന്മാര് ഇവിടെ ഈ പാട്ടിനകത്ത് പറയുന്നിരിക്കുന്നത്, കർത്തൃദർശനം. They got a vision of his lordship. അപ്പൊ അവൻ അപ്പത്തിന്റെ മേൽ കർത്താവാണ്, വെള്ളത്തിന്റെ മേൽ കർത്താവാണ്, ഈ സമയത്തിന്റെ മേൽ കർത്താവാണ്, ഭൂതങ്ങളുടെ മേൽ കർത്താവ്. ഓരോരോ കർത്തൃത്വം കയറി അൾട്ടിമേറ്റ് ആയിട്ട് ഹീസ് ദ ലോർഡ് ഓഫ് ഡെത്ത്. മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ അവൻ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മളെ വിടുവിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ആ പാട്ടിനകത്ത് നമുക്ക് ആ സുവിശേഷം എന്താണെന്നാ പറയുന്നത്. നമുക്ക് ആ വരി ഒന്നുകൂടെ കേൾക്കാം. എത്ര ബ്യൂട്ടിഫുള്ളാ ഈ വരിയാ, കേട്ടോ? കർത്തൃദർശനം അതാണ് ലോർഡ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ അധികം. ഇതാണ് സദ്വാർത്ത, ഇതാണ് ഗുഡ് ന്യൂസ്. നമ്മള് ആ ഗുഡ് ന്യൂസ് ആണ് നമ്മളിപ്പം വെളിപ്പാട് പുസ്തകം 1:18 വായിക്കാം. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പൊ ഹീസ് ദ ലോർഡ് ഓഫ് ഡെത്ത് ആൻഡ് ഹെഡീസ്. പാതാളത്തിന്റെയും മരണത്തിന്റെയും ലോർഡാണ്. അതാണ് യേശു കർത്താവ് എന്ന് ഏറ്റു പറയുന്നത്. യേശു കർത്താവ് എന്ന് ഏറ്റു പറയുന്നത് ഈ എല്ലാ ഏരിയയിലും അവനാണ് കർത്താവ്. അപ്പൊ നമ്മൾ ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള നാടി അത് വന്നില്ല. അത് അതെ, തീർച്ചയായിട്ടും. അതിപ്പം നമ്മള് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ
നമ്മള് ഓരോരുത്തരും കർത്താവിന്റെ ശരീരത്തിലെ അവയവങ്ങളാണെങ്കിൽ, ഇപ്പം ഒരാള് കർത്താവിന്റെ ശരീരത്തിലെ കൈയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലോകത്തിൽ നിന്ന് അയാൾ ഫിസിക്കലി ഒന്ന് ഡിപ്പാർട്ട് ചെയ്തു പോയാൽ പിന്നെ നിർജീവമായി പോയി അയാൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അയാൾ ആരാധിക്കാൻ പറ്റില്ല, അയാൾ സജീവമല്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കർത്താവിന്റെ ശരീരത്തിലെ ഈ അവയവം നിർജീവാവസ്ഥയിലേക്ക് പോയെന്ന് അർത്ഥം വരും. അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് നേരെ ഓപ്പോസിറ്റ് ആവും. കാരണം മരണത്തിന് ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളെയൊക്കെ നിർജീവമാക്കാനും അല്ലെങ്കിൽ മിണ്ടാതിരിപ്പിക്കാനും പ്രാർത്ഥിക്കാതിരിപ്പിക്കാനും ഒക്കെയുള്ള ശക്തി ഈ മരണത്തിന് ക്രിസ്തുവിന്റെ മേലുണ്ടെന്ന് അർത്ഥം വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചില്ലെന്ന് അർത്ഥം വരും. അത് ഇൻഡയറക്റ്റ് ആയിട്ട് ലോഡ്ഷിപ്പ് മാറി. അതുപോലെ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തള്ളി പറയുന്നത് തുല്യമാണ്. അപ്പൊ ഞാൻ ആ ഒരു ലൈറ്റിൽ നമുക്ക് ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഈ റോമാലേഖന 6-ാം അധ്യായം. അപ്പൊ റോമാലേഖന 6-ാം അധ്യായം 9-ാം വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. അപ്പം വി ബിലോങ് ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അപ്പം ഡെത്ത് ഹാസ് നോ ലോർഡ്ഷിപ്പ് ഓവർ ദ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കാരണം ഒരിക്കലായിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നാൽ ജീവനാണ് വ്യാപരിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ശരീരത്തിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ സ്തുതി പിന്നെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നിലയ്ക്കുന്നില്ല. മരിച്ചവരും മൗനതയിൽ ഉറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. പ്രവചനാത്മാവിൽ ദാവീദ് പറയുകയാണ്, നാമോ ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ ക്രിസ്തുവിൽ ജീവിച്ച് മരിച്ച വിശുദ്ധന്മാർ അവരുടെ സ്തുതി അവസാനിക്കുന്നില്ല. സ്തുതി ഒരിക്കലും നിലയ്ക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മള് വിശുദ്ധ കുർബാനയിൽ പാടുന്നേ, വ്രതമോട് നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോട് കൂടെ എന്ന് പാടുന്നേ അല്ലേ? നിന്നെ പെറ്റാണെന്ന് വേറൊരു വേർഷൻ ഉണ്ട്. ആ സെയിം പാട്ടാ ഞാൻ പറഞ്ഞത്. നിന്നാഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. വേറൊരു വരിയുണ്ട്, നിന്നെ ഏറ്റു പറഞ്ഞവരാം സഹദേന്മാർ മൗദ്യാനന്മാർ എന്നിവർ സഹിത. എത്ര റിഫ്രഷിംഗ് ആണ് ആ പാട്ട്. നമ്മൾ അതങ്ങോട്ട് പാടുമ്പോ നമ്മുടെ ആരാധനയ്ക്ക് പുതിയൊരു മാനം കൈവരികയാണ്. കാരണം ഇവരെല്ലാം നമ്മളെ ചുറ്റി നിൽക്കുക. ഇവരെല്ലാം നമ്മളെ ചുറ്റി നിൽക്കുകയാണ്. ഈ എബ്രായ ലേഖനത്തില് നമ്മള് വായിക്കുന്നുണ്ട്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ആകയാൽ നാമും, എബ്രായർ 12:1, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എങ്ങനെ നിൽക്കുന്നേ? ചുറ്റും. അത് ഗ്രീക്ക് ഭാഷയിൽ, അതിന്റെ ഒറിജിനൽ ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം വിശദീകരിച്ചു വരുമ്പോൾ അത് ഇതാണ്: നാം നമുക്ക് എത്ര സമീപസ്ഥരായിരിക്കുന്നോ അതിനേക്കാൾ സമീപസ്ഥർ എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് എത്ര റിയൽ ആയിരിക്കുന്നോ, ദേ ആർ മോർ റിയൽ. മനസ്സിലായോ? നാം നമുക്ക് എത്ര സമീപസ്ഥരായിരിക്കുന്നോ അതിലും സമീപസ്ഥർ. അങ്ങനെ അതിന്റെ ഒറിജിനൽ റൂട്ട് ലാംഗ്വേജിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ നാം നമുക്ക് എത്ര റിയൽ ആയിരിക്കുന്നോ അതിനേക്കാൾ റിയൽ ആയിട്ടും, നാം നമുക്ക് തന്നെ എത്ര സമീപസ്ഥരായിരിക്കുന്നോ അതിനേക്കാൾ സമീപസ്ഥരായിട്ടും പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാരും ഏവങ്കേലിസ്തന്മാരും മൗദ്യാനന്മാരും സഹദേന്മാരും മരുഭൂപിതാക്കന്മാരും മരുഭൂമിയിലെ മാതാക്കളും താപസ ശ്രേഷ്ഠന്മാരും ഇഹിതോയക്കാരും ഇവരെല്ലാം നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ പാട്ട് ഇങ്ങനെ തുടങ്ങുന്നത്: വ്രതമോടു നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടു കൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ.
അത് വളരെ വളരെ ആഴമേറിയതായ ഒരു ദർശനമാണ്. കാരണം അത് മാത്രമല്ല, നമ്മുടെ ഈ ആരാധനയിൽ ഇപ്പം ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ശരീരം ഒന്ന്. അപ്പൊ കർത്താവിന് ഒരു ശരീരമേ ഉള്ളൂ. പിന്നെ പറയുന്നുണ്ട്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം. അതായത് തലയായ ക്രിസ്തുവിനിൽ നിന്ന് ശരീരത്തിലേക്കുള്ള ആ ബന്ധത്തെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ടും പറയുന്നു. അപ്പം ക്രിസ്തു എവിടെയുണ്ടോ ആ ക്രിസ്തുവിനോടുകൂടെ ശരീരം കാണണം. അല്ലാതെ ശരീരത്തിലുള്ള കൈ ഇപ്പൊ വീട്ടിൽ വെച്ചിട്ടല്ലല്ലോ നമ്മളിപ്പോ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മുടെ അവയവങ്ങളൊന്നും അവിടെ ഇവിടെ ഊരി വെച്ചിട്ടല്ലല്ലോ പോകുന്നത്. തലയുണ്ടെങ്കിൽ അതിനോട് ഏകോപിച്ച് നിൽക്കുന്ന ഒരു ശരീരം ഉണ്ടായിരിക്കണം. അപ്പൊ ക്രിസ്തു എവിടെയുണ്ടോ അവിടെ ശരീരമുണ്ട്. ആ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, അതായത് സഭയിലെ എല്ലാ വിശ്വാസികളും അവിടെ കാണാം. അത് വളരെ ആഴമേറിയ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ആ ഇനി അതിന്റെ 13-ാം അധ്യായത്തിലുള്ള 8-ാമത്തെ വാക്യത്തിലാണ് കീ പോയിന്റ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം ഫോർ യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ ഒരാൾ തന്നെയാണ്. അപ്പൊ സമയം കർത്താവിനെ ബാധിക്കുന്നില്ല. അപ്പൊ കർത്താവുമായിട്ട് ബന്ധിച്ച് സമയം എന്നതും മരിച്ചുപോയവരൊന്നും ഇന്നലെ ഉണ്ടായിരുന്നു 2000 കൊല്ലം മുമ്പ്, അതെല്ലാം ഫൂളിഷ്നെസ് ആണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരൊരു ഓർഗനൈസേഷൻ നടത്തുന്നു എന്നേ ഉള്ളൂ. സഭ എന്ന ആ എക്ലീഷ്യാസ്റ്റിക്കൽ റെവലേഷനിലേക്ക് അവർ വരുന്നില്ല. അപ്പൊ നമ്മള് ആ എക്ലീഷ്യാസ്റ്റിക്കൽ ആയിട്ടുള്ള റെവലേഷനിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ സഭയെ ലിവിങ് ഓർഗാനിസം എന്ന് പറയാനുള്ള കാരണം, അല്ലെ? ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എന്നുള്ള ഇതിൽ നിന്നാണല്ലോ ആ ലിവിങ് ഓർഗാനിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ വരുന്നത്. അതെ അതെ. അതുപോലെ തന്നെ സഭയുടെ കാതോലികത, അത് നമ്മൾ ആ യൂണിവേഴ്സൽ എന്ന് പറയുന്നതും, അതായത് ഇതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു മാനം സഭയ്ക്കുണ്ട്. അത് ജിയോഗ്രാഫിക്കൽ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മരണം എന്ന് പറയുന്ന ഫിസിക്കൽ ഡിപ്പാർച്ചർ എന്ന് പറയുന്നത് ഒരു തടസ്സമല്ല ക്രിസ്തുവിന്റെ ശരീരത്തിലെ ആ യൂണിവേഴ്സൽ അല്ലെങ്കിൽ ആ കാതോലികത എന്ന് പറയുന്നതായ ആ നേച്ചർ. അത് ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സത്യവുമാണ്. അവരെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്, യഥാർത്ഥ വിശ്വാസികളല്ല എന്നുള്ളതാണ്. അപ്പൊ ആത്മീയരായ ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ഈ ബൈബിൾ ഉപയോഗിച്ച് ജഡീക കൽപ്പനകൾ കൊണ്ട് സംഘടനകളെ തീർക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് നോ മിസ്റ്റിക് ഫാക്ടർ. അവർക്കൊരു അവരുടെ ആരാധനയിൽ മിസ്റ്റിക് ഫാക്ടർ ഇല്ല. അപ്പൊ അത് ഡിവൈഎഫ്ഐയുടെ യോഗം ചേരുന്നവരേ ഉള്ളൂ. ഡിവൈഎഫ്ഐയുടെ യോഗം ചേരുന്ന പോലെയുള്ളൊരു യോഗമേ ഉള്ളൂ. ഡിവൈഎഫ്ഐക്കാർ വേറൊരു കാര്യമുണ്ട്, അവരുടെ രക്തസാക്ഷികളെ അനുസ്മരിക്കുകയും ചെയ്യും. ഷിബിച്ചായ, ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ 5-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതായത് നമ്മൾ ഈ ബൈബിളും കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ക്രിസ്തുവിലേക്കാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഫോക്കസ് ഇരിക്കേണ്ടത്. അല്ലാതെ ബൈബിളിലുള്ള വാക്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തോന്നിയതുപോലെ എടുത്ത് വ്യാഖ്യാനിച്ച് ബൈബിളാണ് ഞങ്ങൾക്കെല്ലാം ഒന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു നിന്നുള്ള ഒരു പ്രശ്നം തന്നെ കർത്താവ് തന്നെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നെന്ന് പറയുന്നു, നിത്യജീവൻ അതിലുണ്ടെന്ന് പറയുന്നു. പക്ഷെങ്കിൽ എന്റെ അടുക്കലേക്ക് ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇതാണ് എനിക്ക് പലപ്പോഴും ഈ ബൈബിളിലെ വാക്യങ്ങൾ കോട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ട്, ക്രിസ്തീയ സുവിശേഷത്തിന് എതിരെ പറയുന്നവരോട് പലപ്പോഴും പറയാൻ തോന്നുന്ന ഒരു കാര്യം. ഷുജ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഉണ്ട്, ആഡ് ചെയ്യാം. അത് എത്രാമത്തെ വാക്യായിരുന്നത്? അത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39 മുതലുള്ള വാക്യം. ഒരു സെക്കൻഡ്. ഇത് വ്യക്തമായിട്ടും പറയുന്നുണ്ട്, തിരുവെഴുത്തുകൾ എനിക്ക് സാക്ഷ്യം പറയുന്നുണ്ട്, ശരിയാണ്. പക്ഷെങ്കിൽ ജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മൾ പോകേണ്ടത് ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവിലേക്ക് നോക്കുക. അപ്പൊ ക്രിസ്തു നിങ്ങൾ അത് പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇതിലേക്ക് വരാൻ പറ്റുന്നില്ല, എന്റെ അടുക്കിലേക്ക് വരാൻ പറ്റുന്നില്ല. അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർത്തഡോക്സി അല്ലെങ്കിൽ നമുക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന ഈ സത്യവിശ്വാസം
എത്ര കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുകയും അല്ലെങ്കിൽ നമ്മളോട് വന്ന് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ആ ഒരു വിവരമില്ലായ്മയെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ആ പോഷത്വം അത് അവർക്ക് തിരിച്ചു പറഞ്ഞു കൊടുക്കുവാനുള്ള അറിവ് നമ്മുടെ വിശ്വാസികളിൽ ഉണ്ടാവേണ്ട ഒരു വലിയ കാര്യമാണ്. കാരണം അനേകര് ഇടറിപ്പോകുന്ന ഒരു വിഷയമായിട്ട് പലപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്ക് നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാളുകൾ എത്ര സജീവമായിട്ടാണ് സഭ ആചരിക്കുന്നത്. അപ്പം ഷിജായനകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പം ഗീവർഗീസ് പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട്. ഏകദേശം 1500 വർഷം പഴക്കമുണ്ട് ആ പെരുന്നാളിന് തന്നെ. അതുപോലെ തന്നെ ആദിമ സഭാപിതാക്കന്മാരെ എല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പം അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? ഇപ്പൊ ഷിജായൻ തന്നെ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ശരീരം വിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുപോലൊപ്പം തന്നെ ദൈവത്തിന് പ്രസാദകരം എന്നാണെന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മുടെ ഈ ഷിജാന്റെ ഒരു ലൈവിൽ ഞാൻ കേട്ടതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഒന്നുകൂടെ പറഞ്ഞത്. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ശരീരം വിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ വേറൊരു സ്ഥലത്ത് നമ്മുടെ തീമോത്തിയോസിന് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്നതൊക്കെ ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദകരം എന്ന് പറയുന്നുണ്ട്. രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും വേണ്ടി ഇന്റർസെഷൻ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓൾറെഡി ഒരു ലൈവിൽ പറഞ്ഞല്ലേ, വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞതാണ്. അതായത് കുറച്ചും കൂടെ സജീവമായ അവസ്ഥയാണ് വാങ്ങിപ്പോയവരുടെ എന്നുള്ളതാണ്. ഈ പലതരത്തിലുള്ള ബൈബിൾ ഉണ്ട്, വേർഷൻസ്. അപ്പൊ അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് വേർഷൻ മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞുണ്ട്. പിന്നെ നിങ്ങള് പ്രേക്ഷകർക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് വായിക്കാം. ഇപ്പൊ എവിടെ ചെന്നാലും മെസ്സേജ് ബൈബിൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അപ്പൊ അതിനകത്ത് ചില വാക്യങ്ങളൊക്കെ വായിക്കുവാൻ കൂടുതൽ അർത്ഥം കിട്ടത്തക്ക വിധത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വാക്യം ഈ യോഹന്നാന്റെ സുവിശേഷം 5:40 ഞാൻ മെസ്സേജിൽ നിന്ന് വായിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അവിടെ എഴുതിയിരിക്കുന്ന നല്ല രസമാണ്. You have your heads in your Bibles constantly because you think you will find eternal life there. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യു ഹാവ് യുവർ ഹെഡ്സ് ഇൻ യുവർ ബൈബിൾസ് കോൺസ്റ്റന്റ്ലി ബിക്കോസ് യു തിങ്ക് യു വിൽ ഫൈൻഡ് എറ്റേണൽ ലൈഫ് ദെയർ. നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ തല ബൈബിളിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന അതിൽ കൂടെ നിങ്ങൾക്ക് എന്തോ നിത്യജീവൻ കിട്ടുമെന്ന്. അങ്ങനെ എഴുതിയിരിക്കുന്നു. ബട്ട് യു മിസ് ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീസ്. ബട്ട് യു മിസ് ദ ഫോറസ്റ്റ് ഫോർ ദ ട്രീസ്. നിങ്ങൾ ആ ഫോറസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ 1-2 ട്രീയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പം ഫോറസ്റ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് കർത്താവ് അവിടെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു കണ്ടംപററി സ്റ്റൈലിൽ പാരാഫ്രൈസ്ഡ് വേർഷൻ മെസ്സേജ് ബൈബിൾ നല്ല അർത്ഥം കിട്ടാൻ. അപ്പൊ ഈ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഒന്നുകൂടെ വരാം. ഈ തിമോത്തിയോസിനെ എഴുതുമ്പോ പൗലോസ്ലിയ പറയുന്നേ വാക്യം, അതെ, 2-ാം അധ്യായം, 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം അത് വായിച്ചു. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പൊ യാചന ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ചെയ്യണം, പക്ഷപാതം ചെയ്യണം, സ്തോത്രവും ചെയ്യണം. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അതാണ് ദൈവത്തിന് പ്രസാദകരം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇന്റർസെഷൻ ചെയ്യുന്നതുള്ളതാണ് ദൈവത്തിന് പ്രസാദകരം. ഇത് കഴിഞ്ഞിട്ട് ഒരു വാക്യമുണ്ട് ചോദിച്ചാൽ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇത് രണ്ടും കൂടെ ഇത് മുകളിലോട്ടുള്ള വാക്യം വായിക്കാതെ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്, അതുകൊണ്ട് വേറെ ആരും വേണ്ട, അങ്ങനെ ഒരു ഇന്റർസെഷൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന് മുകളിലുള്ള വാക്യം കൂടെ ഈ പറയുന്നവർ വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് പൗലോസ്ലിഹായുടെ വേറൊരു വാക്യം ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്, അതുകൂടെ ഒന്ന് വായിക്കാം. 1:20. അങ്ങനെ ഞാൻ ഒന്നിലും, അതാണോ ചോദിച്ചാൽ?
അതെ. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അപ്പം അതെ. മരിച്ചു കഴിഞ്ഞാലും കർത്താവിന് ഗ്ലോറിയാണ്. ആ അവിടെയാ പറയുന്നത്, മരിച്ചു കഴിഞ്ഞാലും കർത്താവിന് ഗ്ലോറിയാണ്. അതെ. മരിക്കുന്നത് ലാഭമാകുന്നു എന്നും പറയുന്നു. മരിക്കുന്നത് ലാഭമാണ്. അതെ. ജീവിക്കുന്നത് മരിക്കുന്ന ലാഭം. അത് 21-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്. അതെ അതെ. പിന്നെ 23-ാമത്തെ വാക്യത്തിൽ നോക്കിക്കേ. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. പിന്നെ ഇരിക്കുന്നതിന്റെ കാരണം പറയുന്നത്, എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ, അല്ലായെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ എപ്പോഴും ചേർന്നിരിക്കുവാൻ ചേർന്നിരിക്കാൻ അതിയായ കാംക്ഷയോടുകൂടെ അത് അത്യുത്തമമാണെന്നാണ് പൗലോസ് അപ്പോസ്തലനോട് വ്യക്തമായിട്ട് പറയുന്നത്. അതെ. ഷുജ, എന്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ചില ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പ് വന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ള കമന്റ് വന്നാണോ? കമന്റിൽ വന്ന ചോദ്യമാണോ? ഷുജ കേൾക്കാൻ മേലല്ലോ. കമന്റിൽ വന്ന ചോദ്യമാണോ? അല്ലല്ല, ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ലൈവുകളിൽ വന്ന ചോദിച്ചോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയാൽ മരിച്ചുപോയവർക്ക് എന്തു പ്രയോജനം? ജീവിച്ചിരിക്കുന്നവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് മരിച്ചുപോയവർക്ക് എന്താണ് പ്രയോജനം എന്നാണ് ഒരു ചോദ്യം. മരിച്ചുപോയവർക്ക്, അപ്പൊ അത് നമ്മുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ്. ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് എന്താ പ്രയോജനം? സൗണ്ടിന് ഒരു ചെറിയ പ്രശ്നം. ഞാനൊന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഞാൻ റീജോയിൻ ചെയ്യാവേ. ഒരു കോള് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. തിരിച്ചു വന്നല്ലോ. ഇടയ്ക്കൊരു കോള് വന്നതോടുകൂടെ അതിന്റെ സൗണ്ട് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാം. ഷുജാൻ എന്തോ പറയായിരുന്നു. എനിക്ക് ഒരു ചോദ്യമായിരുന്നു നമ്മൾ അഡ്രസ് ചെയ്യാൻ നോക്കിയത്. ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയവർക്ക് എന്തെങ്കിലും ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് പ്രയോജനം? ഇതെല്ലാം യുക്തിവാദികളുടെ ചോദ്യങ്ങളാണ്. ഇപ്പൊ ഒരാൾ പ്രാർത്ഥിച്ചാൽ മറ്റേ ആൾക്ക് എന്താ ഗുണം കിട്ടുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞ യുക്തി ചിന്തകളാണ്.
യുക്തിചിന്തകളുടെ ചോദ്യമാണ്. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്നവർക്ക് പ്രയോജനമുണ്ട്. കാരണം ജോലിയിൽ പ്രൊമോഷൻ, ബ്ലസ്സിമോടെ വയറുവേദന, ജോക്കൂട്ടന് വിസ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടും. അതിനെക്കുറിച്ച് പൗലൂസിലെ കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരത്രേ. അപ്പൊ പ്രയറിനെ സംബന്ധിച്ച് ഈ ഭൗതിക ലോകത്തിലെ ഈ ടെമ്പററി ലൈഫിലെ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ വിഷയമെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരെക്കാളും അരിഷ്ടന്മാരാണ്. അപ്പം മരണാനന്തരമുള്ള കാര്യത്തെ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീകരാണ്. അപ്പം മരണശേഷം ഒരാൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ അല്ലയോ? ഇനി പറഞ്ഞു, ഇനി പൗലോസ്ലീഹയുടെ ലൈറ്റിൽ നമുക്ക് പറയാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേദപുസ്തകത്തെ അപ്രോച്ച് ചെയ്യുന്നതിന്റെയും അതിന്റെ കോണ്ടസ്റ്റിൽ നിന്ന് വേദപുസ്തക വാക്യങ്ങളെ അടർത്തി മാറ്റി ചിന്തിക്കുന്നതിന്റെയും ഒരു പ്രശ്നമാണ്. അതാണ് ബൈബിളിലെ ദൈവത്തെ ഇവരൊരു മലംകുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഒരു മലം ദേവരോ അങ്ങനെ എന്തോ ഈ സാധാരണ ചില കാര്യങ്ങൾ നേടുന്ന ഈ കാനാടി കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന ഒരു ലെവലിലാണ്. താൽക്കാലികമായ ചില കാര്യങ്ങൾ ഏതാ, അതായത് നമ്മുടെ ഈ പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെയും ഒരു അപ്പോസ്തോലിക സഭാപിതാക്കന്മാരുടെയും ഒക്കെ ഒരു വലിയ ദർശനം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം മറിച്ച് ഈ ലോകത്തിലുള്ള തങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന കാര്യങ്ങളാണ് തങ്ങളുടെ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഓർത്തഡോക്സിയിലെ ലിറ്റർജിയും പ്രാർത്ഥനകളും എന്നുള്ള ഒരു വിഷയം നമുക്ക് കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സമയം ഉണ്ടെങ്കിൽ ഇന്നത്തെ സമയം അനുവദിക്കുന്ന അത്രത്തോളം അതിനെക്കുറിച്ച് ഈ വിഷയം അല്പം കൂടെ പറയാനില്ലേ? ഉണ്ട് ഷിബുചായ, ഒത്തിരി ഉണ്ട്. കാരണം ഞാൻ വിചാരിച്ചത് ഷിബുചാൻ എന്നെ കവർ ചെയ്തു അതിന് ബാക്കിയുള്ള പോയിന്റുകളൂടെ. അല്ല, നമുക്ക് ഒന്ന് വരുന്ന 15-ാം അധ്യായത്തിൽ അത് വായിക്കാം. അതുകൊണ്ട് വായിച്ചിട്ട് ഓക്കെ. ഒന്ന് കൊരിന്ത്യർ 17 തൊട്ട് വായിച്ചു. 1 കൊരിന്ത്യർ 15:17. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നമുക്ക് സ്ലോയിൽ വായിക്കാവേ, അവിടെ ഒത്തിരി വായിച്ചു. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. അടുത്തത്, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. കണ്ടോ? ദിലീപ് പറഞ്ഞ പോയിന്റിന് പറ്റിയ വാക്യമാണിത്. അതായത് ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരെന്ത് ചെയ്തു? നശിച്ചുപോയി. They cease to exist. They are no more. They are no more. അവരില്ല ഇനി. പക്ഷെ ക്രിസ്തു ഉയർത്തിട്ടുണ്ട്, അതുകൊണ്ട് അവരെന്ത് ചെയ്തിട്ടില്ല? നശിച്ചിട്ടില്ല. They are alive. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. അടുത്തത്, നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്ര. കണ്ടോ? അപ്പം ബ്ലസ്സിമോടെ വയറുവേദനയ്ക്കും ജോക്കൂട്ടന്റെ വിസായ്ക്കും വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, അപ്പൊ ഒരുത്തന്റെ ശ്വാസം അങ്ങോട്ട് പോയാൽ പിന്നെ അവന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. പണ്ടാര അവന്റെ കാര്യം തീർന്നു, ഇനി അവന് വേണ്ടി എന്തോ പ്രാർത്ഥിക്കാൻ. അപ്പം ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പെന്തക്കോസ്തുകാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു നാണക്കേടാണ്. കാരണം മരിച്ചു കഴിയുമ്പോഴേക്കും കർത്താവെ ശവസംസ്കാരത്തിന് നല്ല കാലാവസ്ഥ അറിയുന്നൊക്കെ പിന്നെ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ പരേതാത്മാവിനോട് അല്ലെങ്കിൽ ആ വാങ്ങിപ്പോയ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ആയുസിൽ മാത്രമാണ് പ്രത്യാശ. ഈ ആയുസ് എന്തോ അതിന്റെ അപ്പുറത്തോട്ടുള്ള ഒരു ഇതില്ല. ഇല്ല. അപ്പൊ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക. അപ്പൊ ക്രിസ്തുവിന് പ്രസാദമുള്ള കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയാണ് ക്രിസ്തുവിന് ഏറ്റവും പ്രസാദകരമായിട്ടുള്ള കാര്യം, അല്ലേ? ആ പ്രാർത്ഥന മരിച്ചു കഴിഞ്ഞാലും തുടരും. കുറച്ചും കൂടെ സജീവമായിട്ട് തുടരും എന്നുള്ളതാണ് നമ്മൾ സുറിയാനി സഭയിൽ കാണാൻ സാധിക്കുന്നത്.
യെസ് യെസ്. അപ്പം അതാണ് ലോജിക്കൽ ആയിട്ടുള്ളത്. അല്ല പിന്നെ നിങ്ങൾ സ്പിരിച്വൽ അല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അടുത്ത വിഷയത്തിലേക്ക് പോവാം. അടുത്ത വിഷയം പറഞ്ഞു. അതുപോലെ തന്നെ ശിവച്ച, അതിനകത്തൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് തൃത്വവിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ആ ഒറിജിനൽ തൃത്വവിശ്വാസി എന്ന് പറഞ്ഞാലും ഈ ആക്ച്വൽ തൃത്വവിശ്വാസമാണെങ്കിൽ പുത്രന്റെ ശരീരത്തിൽ മരണം നിർജീവമായിട്ടിരിക്കുന്നത് ആരും പറയും. തൃത്വത്തിനകത്ത് നിർജീവത്വം ഉണ്ടെന്ന് ആരും പറയുകയാണ്. തൃത്വത്തിന്റെ വെളിപ്പാടില്ല, അതാണ് വെളിപ്പാടില്ല. തൃത്വവിശ്വാസികളാണെന്ന് പറയുകയും വാങ്ങിപ്പോയവര് സജീവമല്ല എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ആണ്. തൃത്വത്തിനകത്താണ് ആ ഒരു ജീവന്റെ അനുഭവം ഉള്ളത്. അപ്പൊ അതിനകത്തോട്ട് നമ്മള് ക്രിസ്തു നമ്മളെ ആക്കി വെച്ചിരിക്കുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇവിടെ നിർജീവമായിട്ടും മൗനമായിട്ടും പറഞ്ഞതാ, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. എത്ര അസർട്ടീവ് സെന്റൻസ് അല്ലേ. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. ഇവര് മരിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാ? They are very real. അപ്പൊ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കും. നമ്മൾ അവിടേക്കൊന്ന് പോകണം. 12ാം അധ്യായം. അപ്പൊ 11ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ഇവരുടെ കാഴ്ചപ്പാടി മരിച്ചവരാ. അത് അബ്രഹാം, ഇസാക്കും, യാക്കോബും ആ കാര്യത്തിൽ മരിച്ചവരാണ് അവർ. നമുക്ക് നോക്കാം. അത് 11ാം അധ്യായത്തിൽ പറയുന്നത് ഹാബേൽ ദൈവത്തിന് കായീന്റേതിന് ഉത്തമമായ യാഗം കഴിച്ചു. അപ്പൊ ഹാബേല് തൊട്ടാ തുടങ്ങുന്നേ. അപ്പൊ ഹാബേല് തൊട്ട് ഇങ്ങോട്ട് ലിസ്റ്റ് പറഞ്ഞ് ദാവീദ്, ബാരാക്ക്, ശിംശോന്, യിഫ്താഹ്, ഗിദ്യോന് ഇവരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ് ആകയാൽ നാമും സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. സാക്ഷികൾ ആരാണെന്ന് വ്യക്തമാണ്. സാക്ഷികള് അപ്പൊ അവര് they are more real than ourselves. നമുക്ക് എത്ര സമീപസ്ഥരായിരിക്കുന്നു അതിനേക്കാൾ സമീപസ്ഥരായിട്ട് അവര് നമ്മുടെ കൂടെ നിൽക്കുകയാണ് എന്ന് 11ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 12ാം അധ്യായത്തിൽ പറയാണ് സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും ഉണ്ട്. എന്നിട്ട് ആ 12ാം അധ്യായത്തിൽ തന്നെ മുന്നോട്ട് വരുമ്പോ പറയാണ് നമ്മൾ വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഇമാജിനേഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്, അല്ലെങ്കിൽ ഇതൊരു അലിഗോറിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നൊക്കെ ഇവര് പറഞ്ഞാൽ ദൈവവും ആലങ്കാരികമായി പോകും. അപ്പൊ അവിടെ ദൈവവും ആ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ ദൈവത്തിനും ജീവനുള്ള ദൈവത്തിന്റെ അടുക്കൽ വന്നതും ആലങ്കാരികമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ വളരെ വളരെ കൃത്യമായിട്ടാണ് പരിശുദ്ധ സഭയുടെ ഉപദേശം തിരുവെഴുത്തുകളിൽ നമ്മൾ കാണുക. അപ്പൊ തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഇവർ എന്ത് ചെയ്യുന്നു? They miss the forest for the trees. അവർക്ക് ഈ ഫോറസ്റ്റ് കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ പിന്നെ പണ്ടൊരുത്തനിട്ടേ സൈക്കിളെ പോവായിരുന്നു. അപ്പൊ ഇവനിട്ട് കാർ ഇടിച്ചെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. അവസാനം ഈ ഹോൺ അടിച്ചെന്ന് കാറിന്റെ ഡ്രൈവർ പറഞ്ഞു. അപ്പൊ കോടതി ചോദിച്ചു, നീ ഹോൺ അടിച്ചെന്നാണ്, ഹോൺ അടിച്ചത് നീ കേട്ടില്ലെന്ന്. അതിന്റെ ഇവൻ പറഞ്ഞു കാറിന്റെ അരപ്പ് കാരണം കേൾക്കത്തില്ലായിരുന്നു. കേസ് തള്ളിപ്പോയി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് പോവാം. അതൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തോലിക സഭകളിൽ നിന്ന് വിശ്വാസികളെ അടർത്തിക്കൊണ്ടു പോകുവാൻ വളരെ വിദഗ്ധമായി കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ ചെയ്ത വാക്യങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒരു തന്ത്രമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. അല്ലാതെ അതിന്റെ അടിസ്ഥാനപരമായ സത്യവിശ്വാസത്തിന്റെ എതിരല്ല. അതെ. അപ്പം ഷിബിത, എനിക്ക് തോന്നുന്നു നമുക്ക് പ്രാർത്ഥനയിലേക്ക് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലോറൻസ് അച്ചായനും ഈയിടെ നടന്ന ഒരു ലൈവിനകത്ത് എനിക്ക് തോന്നുന്നു ബ്ലസ്സിമോളുടെ വയറുവേദനയും ജോക്കൂട്ടന്റെ വിസയൊക്കെ പ്രാർത്ഥിച്ച് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ് പ്രാർത്ഥന എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എനിക്ക് തോന്നുന്നു വളരെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രസക്തമായ വിഷയം കൂടി ആയിരിക്കും അത്. കാരണം വളരെ തെറ്റായ രീതിയിൽ പ്രാർത്ഥന എന്താണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് ഈ കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂ ജനറേഷൻ നേതാവിന്റെ മകനും ഭാര്യയും കൂടെ ഇപ്പൊ സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ വന്നിരുന്ന ഒരു പരിപാടിയുണ്ട്.
അവൻ ഓരോന്ന് പറയുമ്പോഴേക്കും ഇവള് ഓഹോ ഹോ ഹോ എന്ന് പറഞ്ഞാൽ ഈ കൃത്രിമ എക്സൈറ്റ്മെന്റ് കൊണ്ടുവരിക. ഓ ഇത് കണ്ടില്ലേ, ദാവീദ് യഹോവ ഇടയനാവുന്നു, ഓ വണ്ടർഫുൾ എന്ന് പറഞ്ഞാൽ പ്രിറ്റൻഡിങ്. അവരെ അഭിനയിച്ച് ആളുകളെ വഞ്ചിക്കുകയാണ്. അവരുടെ ലൈഫിൽ അതല്ല അവർ എൻജോയ് ചെയ്യും. അപ്പൊ ആളുകളെ കളിപ്പിക്കുക, ചുമ്മാ ബൈബിളിൽ നിന്ന് അത് വായിച്ചത് ഇത് കണ്ടില്ലേ, പ്രാർത്ഥിക്കുക. ഇപ്പൊ തന്നെ ഒരു സ്ത്രീ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ടൈപ്പ് ചെയ്യുന്ന വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസം ആരാണ് കാർഗിൽ നാരായണന് ആണിരോഗം ഉണ്ട് മാറണമെന്ന്, അതുപോലെ കാർഗിൽ നാരായണന്റെ ആണിരോഗം മാറാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇരുന്നങ്ങ് പ്രാർത്ഥിക്കുക. ഇന്ന് ലോറൻസ് മാണി ഒന്ന് ബ്ലസ്സിമോടെ വയറ്റുവേദന മാറ്റി ജോക്കുട്ടിന് വിസായി പഠിപ്പിച്ചു. അപ്പൊ എന്താണ് ഷിബുജായ പ്രാർത്ഥന എന്ന് പറയുന്നത്? നമ്മുടെ ആ ഒരു സുറിയാനി സഭയുടെ അല്ലെങ്കിൽ ആ ഓർത്തഡോക്സിയുടെ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് എന്താണ് ശരിക്കും പറഞ്ഞ പ്രാർത്ഥന? എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് ശ്വാസം, നമ്മുടെ ശ്വാസം ഉണ്ടല്ലോ, ശ്വാസം എടുക്കുന്ന പോലെയാണ്. നമ്മുടെ ശരീരം ശ്വാസം എടുക്കുന്ന പോലെയാണ് സോള് പ്രേ ചെയ്തത്. അപ്പൊ അല്ല, അത് അത്ര നാച്ചുറലാണ്. നമ്മൾ ശ്വാസം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ശ്വാസം എടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ, പക്ഷെ ആ ശ്വാസം എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം അതിൽ നിന്നാണ് ജീവനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ സോള് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, എപ്പോഴും നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സോളിന്റെ പ്രാർത്ഥന ചില സമയത്ത് നമ്മുടെ അധരങ്ങളിലൂടെ അത് ശ്രവ്യമായി തീരും, ചില സമയത്ത് അത് ദൃശ്യവൽക്കരിക്കപ്പെടും, ദൃശ്യമായി തീരും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമസ്കാരം ചെയ്യുന്നത്, കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കുക, കുരിശ് വരയ്ക്കുക. ഇത് നമ്മുടെ സോളിന്റെ പ്രയറിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. പക്ഷെ നമ്മുടെ ലിറ്റർജിയിൽ ആ ഒരു ചിലരൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് ജൽപ്പനം ചെയ്യുന്നത് എന്താണെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ ഒരാള് പറഞ്ഞു കേട്ടത്, നമ്മളിപ്പോ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മളിങ്ങനെ ചൊല്ലിക്കൊണ്ടു യാന്ത്രികമായിട്ട് ചൊല്ലുന്നു, അത് ജൽപ്പനമാണെന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവര് പറയുന്നത് അവരുടെ വായി വരുന്ന തോന്നിയതുപോലെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജൽപ്പനമല്ല എന്നും പറയുന്നു. അപ്പൊ നമ്മൾ അതിനെ ഒന്ന് വ്യക്തമാക്കാവോ ജൽപ്പനം എന്ന് പറയുമ്പോൾ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലോട്ടൊന്ന് പോവാം, അവിടെ എന്നെ യേശു പറഞ്ഞതെന്ന് നോക്കാം. ഓക്കെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ഓക്കെ. ഏഴാമത്തെ വാക്യം വായിച്ചു. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. You have an omniscient heavenly father. നിങ്ങൾക്ക് സർവജ്ഞാനിയായ ഒരു സ്വർഗസ്ഥ പിതാവാണുള്ളത്. ഈ പെന്റക്കോസ്റ്റൽ ഇവാഞ്ചലിക്കൽ സ്റ്റൈൽ ഓഫ് പ്രയർ ആണ്, കർത്താവ് നീ അറിയുന്നുവല്ലോ, നീ അതറിയുന്നുവല്ലോ, നീ ഇതറിയുന്നുവല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ കർത്താവ് നമ്മുടെ നമ്മുടെ സൂസി മോൾക്ക് കർത്താവ് ആകെപ്പാടെ ഒരു പ്രയാസമാണ്, നിനക്കറിയാവുന്ന പോലെ കർത്താവ് അവൾ ബറോഡയിലായിരുന്നല്ലോ, അവളിപ്പോ കർത്താവ് തിരിച്ചു വന്നിട്ടുണ്ട്, കർത്താവ് ഈ സമയത്ത് കോവിഡിന്റെ പ്രശ്നമായിട്ട് നമ്മുടെ ജോർജിന്റെ ക്വാറന്റൈനിലാണല്ലോ, കർത്താവ് നീ അറിഞ്ഞായിരുന്നോ അവൻ ക്വാറന്റൈനിലാണല്ലോ കർത്താവ്. ഇങ്ങനത്തെ അതിഭാഷണമാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഈ മനുഷ്യർക്ക് ഭയങ്കര സന്തോഷമാവും, അടിപൊളിയാണ് ഇന്നത്തെ പ്രാർത്ഥന ഏറ്റവും നമുക്കങ്ങ് തോന്നും. അപ്പൊ ഫീൽ ഗുഡ് പ്രയർ. അപ്പൊ ഈ ആളുകളെ എക്സൈറ്റ് ചെയ്യിക്കുകയാണ് എന്ന് പറഞ്ഞ സംഗതി എന്തോ ഒന്ന് നടന്നു. അപ്പൊ അത് ജാതികളുടെ ആണ്. അപ്പൊ നിന്റെ കാര്യമെല്ലാം സ്വർഗസ്ഥനായ പിതാവിന് നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അറിയാം. എന്നിട്ട് അടുത്ത് വായിക്കേ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ.
ആമേൻ. ഇതാണ് പ്രാർത്ഥന. അപ്പൊ ആരാ അതിഭാഷണം ചെയ്യുന്നത്? വളരെ വ്യക്തമായിട്ട് നിങ്ങളാകെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നിങ്ങളെ അറിയാം. പ്രത്യേകിച്ച് നിങ്ങളുടെ തലയിൽ ഓരോ രോമവും എണ്ണി വെച്ചിരിക്കുക. അപ്പൊ ആ ദൈവത്തിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ഇവന്മാര് പോയിരുന്നു. Don't help God. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന എനിക്ക് തോന്നുന്നു അന്ന് കർത്താവ് പഠിപ്പിച്ചു കഴിഞ്ഞ് ശിഷ്യന്മാര് അവര് ചൊല്ലി, അവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്ത് 2000 വർഷത്തിന് മുകളിലായിട്ട് ഈ അപ്പോസ്തോലിക സഭകളെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ ശ്രേഷ്ഠമേറിയതായ ഒരു പ്രാർത്ഥനയല്ല സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥന നമ്മെ യുണൈറ്റ് ചെയ്യിക്കുന്ന. അതായത് യേശു കർത്താവിന്റെ അധരത്തിൽ നിന്ന് അടർന്നു വീണ ആ പ്രാർത്ഥന അപ്പോസ്തലന്മാർ ഏറ്റുചൊല്ലി, അപ്പോസ്തലിക പിതാക്കന്മാർ ഏറ്റുചൊല്ലി, സഭാപിതാക്കന്മാർ ഏറ്റുചൊല്ലി, തലമുറകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് വിശുദ്ധന്മാർ ഏറ്റുചൊല്ലി, അധരങ്ങളിലൂടെ കൈമാറി 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 ഇന്ന് നമ്മൾ ഏറ്റുചൊല്ലുകയാണ്. അതിനകത്ത് യേശു ചൊല്ലി അതേ ഭാഷയിൽ അത് ചൊല്ലാനുള്ള ഒരു ഭാഗ്യം സുറിയാനി സഭക്കാർക്കുണ്ട്. അപ്പൊ അത്രയും ഇവിടെ. അപ്പൊ ഈ പറഞ്ഞ ഈ പ്രാർത്ഥന നമ്മളെ ഇപ്പൊ തന്നെ ഇന്ത്യയുടെ ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐക്യം, യൂണിറ്റി. എങ്ങനെ ഇന്ത്യയുടെ ഒരു യൂണിറ്റി എന്ന് പറഞ്ഞാൽ ജനഗണമന ദേശീയ ഗാനം അല്ലേ? പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉൽക്കല, വങ്ക, വിന്ധ്യ, ഹിമാചല, ജമുന, ഗംഗ, ഉൽക്കല, ജലധി, തരംഗ. അപ്പൊ ഇങ്ങനെ പണ്ടൊരു MLA തെറ്റിച്ച് പാടി അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, അപ്പൊ ഇതിങ്ങനെ ചൊല്ലി വരുമ്പോഴേക്കും ഇന്ത്യ ഒന്നാകുക. നമ്മൾ ആ ഒന്നോർത്തേക്ക് ആ ജനഗണമന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടൊരു എരമ്പലിഞ്ഞ് വരിക. അത് ഇവിടെ അമേരിക്കൻ നാഷണൽ ആന്തം ചൊല്ലുമ്പം അങ്ങനെ കേട്ടോ, ഞാനിവിടെ കാണുന്നുണ്ട്. ഇവിടെ ഈ അമേരിക്കൻ നാഷണൽ ആന്തം ചൊല്ലുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പലരുടെയും കണ്ണിൽ കൂടെ കണ്ണുനീര് വരും. കാരണം പാട്രിയോറ്റിക് ആയിട്ടുള്ള ആളുകൾ അവരെ ലിറ്ററലി കരയുന്നുണ്ട്. ഇവിടെ ചുമ്മാ പൈസ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന വലിഞ്ഞു കയറി വന്നോണ്ടൊന്നും കാര്യമല്ല ഞാൻ പറഞ്ഞു കേട്ടോ. പാട്രിയോട്ടിക് ആയ ഫീലിംഗ് ഉള്ളവന്മാർ. അപ്പൊ അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിക്കകത്തുണ്ട് ഈ എങ്ങണ്ട വലിഞ്ഞു കയറി ഇവന് സ്വർഗസ്വനായ പിതാവേ അറിയാം, ചുക്കും ചുണ്ടാൻ പറയത്തില്ല. അവനെ സംബന്ധിച്ച് ഇടുകൊടുക്കുക ചോറും കറിയും ദേ അത്ഭുതം പിടിച്ചോ വെയ് രാജാവേ എന്ന് പറഞ്ഞിച്ച് ഞാൻ ശാപം പൊട്ടിച്ച് കാശ് ഉണ്ടാക്കുന്ന അവനൊക്കെ എന്ത് സ്വർഗസ്വനായ പിതാവ്. അതല്ല ഇത്. ഒറിജിനലായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ സഭയെ സ്നേഹിക്കുന്ന, യേശുവിന്റെ അമ്മയെ സ്നേഹിക്കുന്ന അപ്പോസ്തലന്മാരെ, അപ്പോസ്തലിക പിതാക്കന്മാരെ, സഭാപിതാക്കന്മാരെ, എവങ്കലിസ്തന്മാരെ, മൗദ്യാനന്മാരെ, സഹതന്മാരെ, ഇങ്ങനെ എല്ലാവരെ സ്നേഹിക്കുന്ന ആ ഒരു സഭയുടെ ആത്മാവുള്ള വ്യക്തിയെ സംബന്ധിച്ച് നിന്റെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഇതാ ഏറ്റുചൊല്ലുന്നു. നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കിടയ്ക്ക് പറഞ്ഞു ഞങ്ങളുടെ പിതാവേ ചൊല്ലിക്കഴിയുമ്പോണ്ടല്ലോ നമ്മള് 2000 വർഷമായിട്ട് ഈ പ്രാർത്ഥന ചൊല്ലിയ വിശുദ്ധന്മാരുമായിട്ട് നമ്മൾ ഒന്നിക്കുകയാണ്. ഞാൻ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ജനഗണമനയൊക്കെ ചൊല്ലുന്ന സമയത്ത് സർദാർ വല്ലഭായ് പട്ടേലും ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധിയും ഇവരുമായിട്ടെല്ലാം യോജിച്ച് നിന്ന് പാടുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ഒരു വലിയ സമൂഹത്തോട് നമ്മൾ ചേരുന്നത് പോലെ നമുക്ക് അപ്പൊ അതുപോലെ ക്രിസ്ത്യാനിറ്റിയെ യുണൈറ്റ് ചെയ്യിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്വനായ. അത് ചൊല്ലാത്ത ഇവന്മാരെ പിന്നെ എന്തോ പറയുന്നു. അത് ഈ സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ള കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി തന്നെ എന്ന് പറയുന്ന പോലെ അതിന്റെ ആ യൂണിയൻ അല്ലെങ്കിൽ ആ യൂണിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ഒരു വലിയ പ്രയറാണ് ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. യാതൊരു സംശയവുമില്ല. അത് ചൊല്ലാത്ത ക്രിസ്ത്യാനിയല്ല. അതെ. അപ്പോൾ അത് ഈ ചൊല്ലിക്കാതിരിക്കാൻ ചില തന്ത്രങ്ങളൊക്കെ എനിക്ക് ശിവചാൻ ഓൾറെഡി കവർ ചെയ്തതാണ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട. എന്നാലും ഈ ദൈവരാജ്യം ഓൾറെഡി വന്നു കഴിഞ്ഞു, ഇനിയിപ്പോ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ചില ബിരുദന്മാരുണ്ട്. ഈ തങ്കൂപ്പർ എന്ന് പറഞ്ഞ ആള് തിരുവല്ലായിൽ പ്രസംഗിച്ചാണ്. ഞാൻ തിരുവല്ലയിൽ എത്തിക്കഴിഞ്ഞു, ഇനി ഞാൻ തിരുവല്ലായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയോ കാത്തിരിക്കുകയോ വേണ്ട എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ഇവിടെ വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നിന്റെ രാജ്യം വരണമേ എന്നുള്ള പ്രാർത്ഥന ഇറ്റ്സ് എ ഫൂളിഷ്നെസ്, കൈൻഡ് ഓഫ് ഫൂളിഷ്നെസ്. പ്രാർത്ഥിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കും. കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കും, ഈ വണ്ണം പ്രാർത്ഥിക്കണം. അതിനെ വരെ തള്ളി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയല്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞു എതിർ ക്രിസ്തു വരുന്നുണ്ടെന്ന് ഈ രാജ്യത്തിലോട്ട്, കർത്താവിന്റെ ദൈവരാജ്യത്തിലോട്ട്. ദൈവരാജ്യം വന്നെന്നാ പറയുന്നത്, അങ്ങോട്ട് എതിർ ക്രിസ്തു വരുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം പിന്നെ അടിയും പിടിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില്
ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. ഈ മത്തായിയുടെ സുവിശേഷത്തിൽ യുവണ്ണം എന്നുള്ളത് വെച്ച് ചിലത് വ്യാഖ്യാനിക്കും. ആ സ്റ്റൈലിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. നോ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്. അവിടെ യാതൊരു സ്പേസും ഇല്ല, വേറൊരു വ്യാഖ്യാനവും ഇല്ല. അല്ല അപ്പൊ ഇതിലേതാ ശരി? ഏതാ ശരി എന്ന് പറയുന്നത് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം എടുത്തേ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ലൂക്കോസ് 1:3. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്കും തോന്നിയിരിക്കുന്നു. അപ്പൊ ഭയങ്കര സ്ക്രൂട്ടനൈസ്ഡ് ആയിട്ടുള്ള എഴുത്താ ലൂക്കോസിന്റെ. അപ്പൊ ലൂക്കോസ് എഴുതിയിരിക്കുന്നതാണ് കൃത്യം. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല ഷൂജ, ഈ വാക്യം ഇപ്പോഴാണ് എനിക്ക് കൊണ്ടത്. അതായത് മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷമായിട്ട് നമുക്കൊരു ഒരു ചെറിയ വ്യത്യാസം തോന്നി. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ എടുക്കാറ്, കാരണം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എഴുതിയിരിക്കുക. അപ്പൊ ഇവണ്ണം പ്രാർത്ഥിക്കുന്നത് മത്തായി സ്ലീഹയുടെ ഇവണ്ണം പ്രാർത്ഥിപ്പിക്കുന്നതാണ്. പക്ഷെ ലൂക്കോസിൽ എഴുതിയാണ് ഇങ്ങനെ ചൊല്ലേണം. അപ്പൊ അതിലേതാ കൃത്യം? ലൂക്കോസ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ആ പ്രാർത്ഥന വളരെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പൊ ഇനിയും മറ്റുള്ള പ്രാർത്ഥനകളെ കുറിച്ച് ഒന്ന് നമ്മുടെ ലിറ്റർജിയെ കുറിച്ച്, ഓർത്തഡോക്സിയിലെ ലിറ്റർജിയുടെ ഒരു ശ്രേഷ്ഠതയും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്രം പറഞ്ഞിട്ടുണ്ട്. വിശ്വസിക്കുന്നത് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഓർത്തഡോക്സിയുടെ ഒരു കീ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് മുഴുവൻ വിശ്വാസ പ്രമാണം, ക്രീഡൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് പ്രാർത്ഥനയിൽ മുഴുവൻ. നമ്മുടെ വിശുദ്ധ കുർബാനയിലൊക്കെ എത്രയോ ഈ വിശ്വാസ പ്രമാണം കൂടാതെ തന്നെ ധാരാളം കാര്യങ്ങൾ ഏറ്റുപറയുന്നുണ്ട്, വിശ്വാസത്തെ ഏറ്റുപറയുന്നുണ്ട്, പ്രൊക്ലൈം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹൈലി തിയോളജിക്കലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പമാണ് നമ്മുടെ തിയോളജി. അതായത് ഈ കൊച്ചുങ്ങൾക്ക് തേങ്ങ കൊടുക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് പിള്ളേർക്ക് തേങ്ങ കൊടുക്കുന്നു. അപ്പം നല്ല ഈ സിവിലൈസ്ഡ് ആയിട്ടുള്ള മാതാപിതാക്കള് ഈ പിള്ളേർക്ക് തേങ്ങ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ നല്ല തേങ്ങ അരച്ച് നല്ല കറി, എണ്ണ തേങ്ങ അരച്ച് കറി കൊടുക്കും. നല്ല കറി തേങ്ങ അരച്ച്, അതുപോലെ തേങ്ങ ഒതുക്കിയിട്ട് നല്ല തോരനൊക്കെ വെച്ച് കൊടുക്കും. ബീൻസും അതൊക്കെ തേങ്ങ ഇട്ട്, പിന്നെ പുട്ട് പുഴുങ്ങിയിട്ട് അതിനകത്ത് തേങ്ങാപ്പീരിട്ട് പുട്ട് പുഴുങ്ങി കൊടുക്കും. പിന്നെ അതിനെ കടലക്കറി വെച്ചാൽ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പീര് വാരിയിടും. പിന്നെ തേങ്ങ കൊണ്ട് പല കാര്യങ്ങൾ ഇവരിങ്ങനെ ഈ പിള്ളേർക്ക് കൊടുക്കുക. കാരണം ഈ തേങ്ങയുടെ അംശം അകത്ത് ചെല്ലണം, നല്ലതാണെന്നാ പറഞ്ഞു. തേങ്ങാപ്പാല് പിഴിഞ്ഞൊഴിക്കും ചില കറികൾക്കകത്ത്. അപ്പം പിന്നെ പാലപ്പം ഉണ്ടാക്കിയ കുറച്ച് തേങ്ങാപ്പാൽ അതിനകത്ത് ഒഴിക്കും. വെള്ളയപ്പം ഉണ്ടാക്കിയ തേങ്ങ അരച്ച് ചേർക്കും. ഇങ്ങനെ തേങ്ങ ഇവന് ഇവൻ പോലും അറിയാതെ തേങ്ങ എന്ത് ചെയ്തോണ്ടിരിക്കുക. അപ്പുറത്തെ ഒരു ആദിവാസിയോടും പറഞ്ഞു, ഒരു മരക്കാനോടും പറഞ്ഞു പിള്ളേർക്ക് തേങ്ങ കൊടുക്കണം, തേങ്ങ എന്നല്ല. അവൻ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ ഒരു തേങ്ങ എടുത്ത് പിള്ളേരുടെ തലക്കെട്ട് കൊടുക്കും. തേങ്ങ വെച്ച് ഒരെണ്ണം കൊടുക്കും, ഉച്ചയ്ക്കും തേങ്ങ വെച്ച് കൊടുക്കും. പിള്ളേർ കാറി കൂകി എന്നാ പറഞ്ഞ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, നിനക്കൊക്കെ നല്ല തേങ്ങ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പൊതിച്ച തേങ്ങയും പൊതിക്കാത്ത തേങ്ങയും വെച്ച് ഭർത്താവും ഭാര്യയും പിള്ളേർക്കിട്ട് കൊടുക്കുക. പിള്ളേർ കിറിഞ്ചി ഇങ്ങനെ നിൽക്കുക. അപ്പം ഈ തേങ്ങ കൊടുക്കണമെന്നല്ലേ. അപ്പൊ ഇപ്പുറത്തെ വീട്ടിലെ പിള്ളേർ പറയും ഞങ്ങൾക്ക് ഇതുവരെയും തേങ്ങ കിട്ടിയിട്ടില്ല, കാരണം തേങ്ങ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ ആളുകൾ തേങ്ങ കൊടുക്കുന്നുണ്ട്. അതുപോലെ പെന്തക്കോസ്തുകാര് ബൈബിൾ വെച്ച് തലക്കെട്ട് കൊടുത്തോണ്ടിരിക്കും. സുറിയാനി സഭയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടിനകത്തും പ്രാർത്ഥനയ്ക്കകത്തും എല്ലാം ഇപ്പൊ വിശ്വാസ പ്രമാണം ചൊല്ലിത്തീരുമ്പോ 840 ബൈബിൾ വാക്യം കവർ ചെയ്യും, അറിയോ? അതായത് സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും അത് ചൊല്ലി നമ്മൾ അവസാനിപ്പിക്കുമ്പോ 840 ബൈബിൾ വാക്യം കവർ ചെയ്തു. ഏത് പെന്തക്കോസ്തുകാരനുണ്ട് ഒരാഴ്ചയിൽ 840 വാക്യം കവർ ചെയ്തു? പക്ഷെ ഇത് അരച്ചു ചേർത്തിരിക്കുക. അന്നേരം അപ്പൊ മറ്റേ കുടിലുള്ള വിളിച്ചു പറയാ, നിങ്ങൾ തേങ്ങയൊന്നും കിട്ടുന്നില്ല അല്ലേ? ഇവൻ തേങ്ങയ്ക്ക് രാവിലെ ഉച്ചയ്ക്കുമായിട്ട് മേടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. മുഴുത്ത തേങ്ങ ഇവന് കടിച്ച് പല്ല് കളയുക.
അപ്പൊ നമ്മൾ നമ്മള് ഒരാള് എന്തോ പറഞ്ഞു. നമ്മളൊരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ ആ ശിശു സ്നാനം മുതൽ അവൻ അന്നേരം തന്നെ വിശുദ്ധ കുർബാന കൊടുത്ത് അവനെ ആ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ട് വന്ന് അവന്റെ ഉള്ളിലേക്ക് അത് ഓൾറെഡി ചെന്ന് കഴിഞ്ഞിരിക്കും. അവൻ പോലും അറിയാതെ തന്നെ അവൻ അതിൽ ലയിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെയാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നതേ ഉള്ളൂ. അതെ അതെ അതെ. ഇപ്പം ഈ മാർ അപ്രേമിന്റെ രചനകളിൽ തന്നെ ഹോൾ ബൈബിൾ റിട്രീവ് ചെയ്യുക, അതുമാത്രം ബൈബിൾ ഉണ്ട് അതിനകത്ത്. അതിന് പ്രത്യേകിച്ച് ഇനി നമ്മൾ തേങ്ങ വെച്ച് തല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നമ്മള് ഈ മാർ സേവോറിയോസിന്റെ മാനീസോ, അത് ആ പാട്ടിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്തുമാത്രം വിശ്വാസ സത്യങ്ങൾ, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഷിബുചാൻ പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഒരു ലൈവിൽ ഞാനത് കേട്ട പോലെ തോന്നുന്നു. അതൊരു വിശ്വാസ പ്രമാണം പോലെ തന്നെ നിൽക്കുന്ന ഒരു വലിയ ഒരു പാട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാണ്, അതല്ലേ? അതെ. മാർസേവറിയസ് അന്ത്യോക്യയിലെ പാത്രീർക്കീസ് ആയിരുന്നു. അദ്ദേഹം 90 മാനിത്തോ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു മാനിത്തോയാണ് ഇത് നിന്മാതാവ് വിശുദ്ധന്മാർ. അത് കർത്താവിന്റെ ക്രിസ്റ്റോളജിയാണ് അതിനകത്തെ പ്രതിപാദ്യ വിഷയം. അതായത് അവൻ ഭേദം കൂടാതെ മനുഷ്യനായി തീർന്നു എന്നുള്ള ഭേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാ മശിഹ നിജ മൃതിയാൽ ഇവർ തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപ്പരിഭാവന തൃത്വൈക സപിതാവോടൊപ്പം ജീവനും റുഹുദിശ സഹിതം വന്നിതിനെ പരികീർത്തിതിനെ കൃപ ചെയ്യും. ക്രിസ്തു ആരായിരുന്നു യേശു ക്രിസ്തു എന്നുള്ളത് വ്യക്തമായിട്ട് പറയാണ്. ഒന്നിൽ നിന്നുള്ള രണ്ട് എന്നുള്ള മിയാഫൈസിറ്റിസം എന്ന ആ ഉപദേശം, സത്യവിശ്വാസം അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ അത്ര നമ്മൾ ദൈവം ആരാണ്, പുത്രൻ ആരാണ്, റൂഹ ആരാണ് എന്നൊക്കെ ഡിഫൈൻ ചെയ്തിട്ടാണ് വർഷിപ്പ് തുടങ്ങുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ ആദ്യം ഇത് പാടുന്നതിന്റെ കാരണം അതാ. നമ്മുടെ വിശ്വാസത്തെ ഡിഫൈൻ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസത്തിൽ നിൽക്കാത്തവരാരെങ്കിലും ഉണ്ടെ പൊക്കോണം, അതിനത് പാടുന്നത് സത്യവിശ്വാസമാണ്. അപ്പൊ അതാണ് നിന്മാതാവ് വിശുദ്ധന്മാർ എന്നുള്ള മാനിത്തോയ്ക്കകത്ത് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ഓർത്തഡോക്സിയിൽ നമ്മൾ ആ ലിറ്റർജി അല്ലെങ്കിൽ പ്രെയർ എന്ന് പറയുന്ന കൃത്യമായ ഉപദേശങ്ങളാണ്. ഉപദേശമാണ് അവിടെ വളരെ ശക്തമായി നിഴലിച്ചു നിൽക്കുന്നത്. അതാണ് നീ തോന്നുന്നു ആ ഒരു പാറയിലാണ് നമ്മൾ ഉപദേശങ്ങൾ കൃത്യമായി. അതായത് ഓർത്തഡോക്സ് പ്രേയേഴ്സ് വൈകാരികമല്ല, ബൗദ്ധികമാണ്. അതായത് ഇമോഷണൽ അല്ല, ഇന്റലക്ച്വൽ ആണ്. പക്ഷെ ഇമോഷണൽ ഫാക്ടർ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇന്റലക്ച്വലിൽ നിന്ന് വരുന്ന ഇമോഷന് വ്യത്യാസം മനസ്സിലായ? ഇന്റലക്ച്വലിൽ നിന്ന് വരുന്ന ഇമോഷൻ, മറ്റേ ഇമോഷനേ ഉള്ളൂ. പെന്റക്കോസ്റ്റിൽ ഇമോഷനേ ഉള്ളൂ, അവിടെ ഇന്റലക്ച്വൽ ഫാക്ടേഴ്സ് ഇല്ല. കാരണം നമ്മുടെ സെതറ, പ്രുമിയോൻ സെതറ എന്നൊക്കെ പറഞ്ഞ ഹൈലി തിയോളജിക്കലാണ്, ഡോക്ട്രിൻസ് ആണ്. അതല്ല ഇന്റലക്ച്വൽ ആണ്, അല്ല ഇമോഷണൽ ഒന്നും അല്ല. ചാട്ടവും ബഹളമൊന്നുമില്ല. അപ്പൊ ഇന്റലക്ച്വൽ ആണ്, ഇന്റലക്ച്വൽ റിയലൈസേഷൻ ആണ്. അപ്പൊ ചിലര് പറയാറുണ്ട് ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അല്പം ഇളക്കമൊക്കെ ഉണ്ടെങ്കിലേ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, അല്ലാതെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുകയും ബുദ്ധി കൊണ്ട് ആരാധിക്കുക. അത് അതിനകത്ത് ഓരോ സപ്പോസലും ചില സ്ഥലങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ശിവചാൻ കുറെ ലൈവുകളിൽ പറഞ്ഞിട്ടുമുണ്ട്. ആ ബുദ്ധിയുടെ ഇത് വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആത്മാവിലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി മുഴുവൻ മാറ്റി വേറെടുത്ത് വെച്ചിട്ട് നമ്മളങ്ങ് ഫുള്ള് അങ്ങനെ പറന്നു നടക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് അത്. ഈ നമ്മള് പറയുമ്പോ ബുദ്ധിയുള്ള കന്യകമാർ, യേശു കർത്താവ് പറയുമ്പോ ബുദ്ധിയുള്ള കന്യകമാർ എന്നാണ് പറയുന്നത്. അപ്പൊ ബുദ്ധിയുള്ള ആരാധന റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് റോമാലേഖനം ഒന്ന് എടുക്കാം. വായിക്കട്ടെ. 7-ാം അധ്യായം എടുത്തു. 7-ാം അധ്യായം 7-ാം അധ്യായം 23-ാം വാക്യമായിര്. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. വായിക്കേ.
അത് എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പൊ രണ്ട് പ്രമാണമുള്ളത്, ഒന്ന് ബുദ്ധിയുടെ പ്രമാണവും മറ്റേത് പാപത്തിന്റെ പ്രമാണവും. അല്ലാതെ ബുദ്ധിക്കെതിരെ ആത്മാവല്ല. പെന്തക്കോസ്തുകാർ പറയുന്നത് ബുദ്ധിയുടെ പ്രമാണവും ആത്മാവിന്റെ പ്രമാണവും, ആ പുള്ളി ചുമ്മാ ബുദ്ധി കൊണ്ട് ഓരോന്ന് പറയുന്നത്. പക്ഷെ ബുദ്ധിയുടെ പ്രമാണത്തിനെതിരെ പാപത്തിന്റെ പ്രമാണമാണ്. എന്നിട്ട് 25-ാം വാക്യം ഒന്ന് വായിച്ചേ. 25-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ സെതറോകൾ എഴുതിയിരിക്കുന്നത്. നമ്മുടെ സെതറോകൾ മുഴുവൻ ബുദ്ധിയിൽ എഴുതിക്കുന്നത് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മുടെ വർഷിപ്പ് എന്നിട്ട് വന്നിട്ട് 2 അധ്യായം മുന്നോട്ട് വരുമ്പോൾ 12-ാമത്തെ അധ്യായം എടുക്കണം. 12-ാം അധ്യായം എടുത്തിട്ട് ഒന്ന് വായിച്ചേ 1-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുക. അപ്പം 7-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ബുദ്ധി കൊണ്ട് ഞാൻ ദൈവത്തെ സേവിക്കുന്നു, പക്ഷെ ശരീരം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നു. അപ്പൊ നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രമാണിക്കുന്ന ആ പ്രമാണത്തിലേക്ക് നമ്മുടെ ബോഡിയും കൂടെ കൊണ്ടുവരാനാണ് ഈ 12-ാം അധ്യായത്തിൽ വരുമ്പോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ബുദ്ധിക്കെതിരായിട്ടാണ് ശരീരം നിൽക്കുന്നത്. അതുകൊണ്ടാണ് പ്രുമിയോൻ സെതറായും എല്ലാം വായിക്കുന്നത്. നമ്മുടെ തിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സുറിയാനി സഭയുടെ ലിറ്ററേച്ചർ ഹൈലി ഇന്റലക്ച്വലി ഫാബ്രിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് ശരീരത്തെ നമ്മൾ വഴുതിക്ക് നിർത്താനുള്ള കഴിവ് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മുടെ നോമ്പുകളുടെയും യാമപ്രാർത്ഥനകളുടെയും പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ആരാധന. അപ്പോസ്തലിക ഉപദേശത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതാണ് നമ്മൾ സഭയെ കാണുന്നത്. അതൊരിക്കലും പെന്തക്കോസ്തൽ സഭയെ കാണാൻ പറ്റത്തില്ല. പക്ഷെ അതിനകത്ത് എനിക്കൊന്ന് കഴിഞ്ഞ ലൈവുകളിലൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു നിഴലിച്ച് കാണുന്ന ഒരു ഭാവം. അപ്പം അതിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഞാനോ ബലഹീനനും പാപിയുമാകുന്നതിനെ കുറിച്ച് ദിലീപിന്റെ അണ്ടർസ്റ്റാൻഡിങ് പറ. അത് നിങ്ങൾ ശിവചാൻ തന്നെ പറയുന്നതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള. കുഴപ്പമുണ്ടോ? ഞാൻ കൂട്ടിച്ചേർക്കാം, നോക്കട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് നമ്മുടെ ഒരു ബലത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും യോഗ്യതകളോ അല്ല. യഥാർത്ഥത്തിൽ ആ ക്രിസ്തുവിന്റെ അതിൽ നിന്നുകൊണ്ടുള്ള ആരാധനയിൽ, ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ആരാധിക്കുന്നതിലുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിലുള്ള അവന്റെ ആ ഒരു കൃപ കൊണ്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് എനിക്കതിനകത്ത് മനസ്സിലാകുന്നത്. നമ്മുടെ ഒരു കഴിവോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു നന്മ കൊണ്ടല്ല നമ്മൾ അവിടെ നിന്ന്. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസൻ എന്ന് പറഞ്ഞാൽ അതൊരു വിപ്ലവകരമായ പ്രശ്നമാണ്. സാധാരണക്കാർക്ക് പറയാൻ പറ്റത്തില്ല. അത് ശുഭിചാൻ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഈഗോ, നമ്മളെന്നുള്ള ഞാനെന്നുള്ള ഭാവം മാറുകയാണ്, സ്വയം ക്രൂശിക്കപ്പെടുകയാണ്. അപ്പൊ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നല്ലേ പറയുന്നത്. അപ്പൊ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട അങ്ങനെ നഗ്നനായിട്ടാണ്, ബലഹീനനായിട്ട്, പരസ്യമായി. അപ്പൊ ഈ പട്ടക്കാരൻ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോ പട്ടക്കാരൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുക, പരസ്യ കാഴ്ചയാകുക. ഞാൻ ബലഹീനനും പാപിയുമാകുന്നത്, ക്രിസ്തു ബലഹീനായിട്ട് കിടക്കുകയല്ലേ, പാപിയായിട്ട് കിടക്കല്ലേ. കാരണം പാപികളോട് കൂടെയാണല്ലേ അവൻ തൂക്കപ്പെട്ടെ, അവൻ പാപികളോടുകൂടെ എണ്ണപ്പെട്ടില്ലേ. അപ്പൊ പട്ടക്കാരൻ സ്വയം ക്രിസ്തുവിനോടുകൂടെ ഐഡന്റിഫൈ ചെയ്യാണ്. അപ്പൊ അത്രയും ഉദാത്തമായ ഒരു പ്രാർത്ഥനയില്ല. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ ഐഡന്റിഫൈങ് വിത്ത് ക്രൈസ്റ്റ് ആണ്. അതാണ് ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആ ലിറ്ററേച്ചറാണ് ഏറ്റവും ഉദാത്തമായിരിക്കുന്ന കാര്യം. മനസ്സിലായി. ഓക്കെ, അപ്പം സമയമുണ്ടോ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാനായിട്ട്? അതോ അടുത്തത് എനിക്ക് തോന്നുന്നു ഒരു വലിയ വിഷയമാണ്, കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അടുത്ത് കിടക്കുന്നത്. അടുത്ത ലൈവില് നമുക്ക് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് അടുത്ത ആഴ്ചയിൽ വരാം. കിഴക്കോട്ട് തിരിഞ്ഞ് റിച്വൽസ് ഒക്കെ അല്ലേ? അതെ,
സൂര്യനെ ആരാധിക്കുന്നവരാണെന്നൊക്കെ ചിലർ ഞങ്ങളുടെ ഏരിയയിലൊക്കെ വന്ന് പ്രസംഗിക്കാറുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, എന്നാ ശരിയാണ്, നമുക്കൊരു പാട്ട് കേട്ട് നിർത്തിയേക്കാം. ഓക്കെ ഓക്കെ ടീച്ചറെ. Beauty